പ്രിയമുള്ളവരെ, ഇന്ന് ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. പെരുമ്പടപ്പ് റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ റിഹാബിലേഷൻ സെന്റർ അതിന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ദയ റോയൽ ട്രോമ സെന്ററിന്റെ സഹകരണത്തോടെ അത്യാഹിത ഘട്ടങ്ങളിൽ പ്രാഥമിക പരിചരണ പരിശീലന ക്യാമ്പ് നടക്കുകയുണ്ടായി. 2026 ഫെബ്രുവരി 14 റൈറ്റ് സെന്ററിൽ വെച്ചിട്ട് ആ ക്യാമ്പ് നടന്നത്. പ്രധാനമായിട്ടും ക്യാമ്പിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ CPR, അതായത് നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, അതുമാതിരി തന്നെ കാർഡിക് അറസ്റ്റ് വരുമ്പോഴൊക്കെ ചെയ്യേണ്ട പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്തൊരു ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംഭവമാണ് CPR. അതിനെക്കുറിച്ചും അതുമാതിരി തന്നെ ചോക്കിംഗ് അഥവാ കുട്ടികളുടെ തൊണ്ടയിൽ, കുട്ടികളുടെ എന്നല്ല വലിയവരുടേതായാലും തൊണ്ടയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ കുടുങ്ങിയാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ തൊണ്ടയിൽ കളിപ്പാട്ടങ്ങളുടെ അംശങ്ങൾ കുടുങ്ങിയാൽ, അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ചോക്കിംഗ് അഥവാ അത് എങ്ങനെ പുറത്തെടുക്കണം എന്നതിനുള്ള ഒരു പരിശീലന ക്യാമ്പായിരുന്നു പ്രധാനമായിട്ടും നടന്നത്. അത് തിയറി മാത്രമായിരുന്നില്ല, പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. അതിന്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഏകദേശം 3.5-4 മണിക്കൂറോളം നീണ്ടു നിന്ന ക്ലാസ്സിനെ ഒരു 10-20 മിനിറ്റിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിവിടെ അത് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പരിപൂർണമായിട്ട് കാണാൻ ശ്രമിക്കുക. വിശിഷ്യ CPR അത് നിങ്ങൾ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ CPR പഠിച്ചത് നമുക്ക് ഉപകാരപ്പെടില്ല, പക്ഷെ അത് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്കാണ് നമുക്ക് ഉപകാരപ്പെടുക. കാരണം നമുക്കൊരു കാർഡിക് അറസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം CPR ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ ചെയ്തു തരേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക നോളജ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നമുക്ക് നേരെ ആ പ്രോഗ്രാമിലേക്ക് പോകാം. ക്യാമ്പുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അത് വേണം, അതേസമയം തട്ട് വേണം. അപ്പം ഇങ്ങനെ തട്ടുമ്പോൾ ഷുഗർ കുറഞ്ഞു വീണ ഒരാളാണെങ്കിലോ, പ്രഷർ കുറഞ്ഞു വീണ ഒരാളാണെങ്കിലോ, വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിലോ ഒക്കെ ഒന്ന് തലയനക്ക്, അല്ലെങ്കിൽ ഒന്ന് കണ്ണുറക്കും, അല്ലെങ്കിൽ ഒന്ന് മൂളും, അല്ലെങ്കിൽ ഒന്ന് ഞരങ്ങും, എന്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കും. പക്ഷേ ഇത് ആണെങ്കിൽ ഈ കാർഡിയാക് അറസ്റ്റ് വന്ന് വീണ ഒരാൾ, സ്തംഭനം കൊണ്ട് വീണ ഒരാളാണെങ്കിൽ ഒരനക്കം ഉണ്ടാവുകയാണ്. നെഞ്ച് ഉയരുന്നതാണെങ്കിൽ ചെയ്യുന്നുള്ളതാണ്. നെഞ്ച് അനങ്ങുന്നുണ്ട്, നെഞ്ചറിയാതെ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ആ ലുക്ക് ലിസൺ ആൻഡ് ഫീൽ എന്നാണ് സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കൈവച്ചാൽ ഈ ഭാഗത്തിന്, നമ്മൾ ഈ ഭാഗത്തിന് കൈവച്ച് ശ്വാസം തൂക്കി നമ്മൾ നെഞ്ചും കൂടെ അനങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കിടക്കുന്ന ഒരാളുടെ ഇവിടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുന്നത് അറിയാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കേണ്ടത് പൾസാണ്. എന്നിട്ട് പതുക്കെ താഴേക്ക് ഇങ്ങനെ ഇറക്കുക. ഈ കഴുത്തിലെ മുഴയുടെ അവിടെ എത്തുമ്പോൾ ഇടത്തോട്ട് കൊണ്ടു, ഇടത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ഇങ്ങനെ നമ്മുടെ ശ്വാസനാളത്തിനും മസിലിൻ്റെ ഇടയിലുള്ള കുഴിയാണ്. ആ കുഴിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. മുൻവരലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു അടിപ്പ് കിട്ടുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ കരോട്ടിക് പൾസ് എന്ന് പറയുന്നത്. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ടത് കാർഡിയോളജി, കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. പൾമിനറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ക്ഷയരോഗത്തിനൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറെ പൾമിനോളജിസ്റ്റ് എന്നാണ് പറയുക, പൾമിനറി. ഇനി റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം വീണ്ടെടുക്കുക, തിരിച്ചു കൊണ്ടുവരിക, പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അത് നമ്മൾ ചേർത്താൽ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെയും ശ്വാസകോശത്തെയും വീണ്ടെടുക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇത് ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ പലതരം ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പല തരം തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരോട് ചുമട്ടുള്ളവരോട് പറയേണ്ടി വരും, കുടുംബശ്രീയിലെ ആളുകളോട് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനോട് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു സൂത്രം ഇതാണ്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനോട് ഇപ്പോൾ പറയുകയാണ്, നമ്മൾ അവരെ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നൊക്കെ ഭയങ്കര കംപ്രഷനിലൊക്കെ പറഞ്ഞ് അവരിട്ട് പോകും. അവരോട് പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഞാനില്ല, എൻ്റെ ഓട്ടം കളഞ്ഞ് ഞാനില്ലേ പരിപാടിക്കെന്ന് പറഞ്ഞാൽ പറ്റും. അപ്പോൾ നമ്മൾ അവരോട് പറയും കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ പറയേ. തൻ്റെ വണ്ടി രാവിലെ എടുത്തത് താൻ എന്ത് ചെയ്യും?
ചേട്ടാ ഒന്ന് കൈവയ്ക്കുന്നു, ആരെങ്കിലും വിളിച്ചു തള്ളുമ്പോൾ ചേട്ടോ ശരി. അപ്പോൾ സെൽഫില്ലാത്തൊരു വണ്ടിയെ വേണമെങ്കിൽ നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്ത് നോക്കാല്ലേ. സെൽഫ് എടുക്കാത്തൊരു ഹാർട്ടിനെ ഒന്ന് തള്ളി നോക്കിയാലോ. എന്തോ കാരണം കൊണ്ട് ഒന്ന് ഓഫായി പോയി, സ്റ്റാർട്ടാകുന്നില്ല. അതിന് നമ്മൾ പുറമേ നിന്നുള്ള ഫോഴ്സ് ഉപയോഗിച്ച് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ പേരാണ് CPR. അപ്പോൾ CPR എന്ന് പറയുന്നത് ഇത് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. ഓഫായ സെൽഫില്ലാത്തൊരു വണ്ടി നമ്മൾ എങ്ങനെ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതുപോലെ നിശ്ചലമായി പോയ ഹൃദയത്തെ നമ്മൾ പുറമേ നിന്നുള്ള ഫോഴ്സ് ഉപയോഗിച്ച് നനയ്ക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് CPR. പക്ഷേ അത് വെറുതെ തള്ളിയ വണ്ടി സ്റ്റാർട്ടാവില്ല. വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് അമർത്തി പിടിച്ച് തള്ളാന്ന് പറയുന്നു, തള്ളുന്നു, വണ്ടി മൂവ് ആകുമ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കയറെടുക്കുന്നു, ഫയർ. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് നടത്താൻ. പക്ഷേ ഇതിനും ഒരു മെത്തേഡുണ്ട്. ഈ മെത്തേഡ് ആവിഷ്കരിച്ചിട്ടുള്ളത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. കാര്യം ട്രംപിൻ്റെ ഗുരുത്തൊക്കെ ഇടുകൊണ്ട് അമേരിക്കക്കാരെ നമുക്ക് കണ്ണുനേരെ കണ്ടുകൂടെ എങ്കിലും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നല്ലതാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആണ് ഈ ലോകത്തിൽ. അതായത് നമുക്കറിയാം, നമ്മുടെ നട്ടയ്ക്ക് ഒരു 12 ജോഡി വാരിയല് ഒരു പോകുന്നുണ്ട്. ആ വാരിയലിൽ 7 ജോഡി വാരിയല് സ്മാറിലുള്ള സ്റ്റെർണം എന്ന് പറയുന്നത് കഠാര പോലുള്ളൊരു നെഞ്ചത്തൊരു കഠാരം കൊണ്ട് എല്ലാവരും നടക്കലായിരുന്നു. അപ്പൊ ഈ കഠാര പോലെയുള്ള ഒരു എല്ലിലാണ് 7 ജോഡി വാരിയല് പിടിപ്പിച്ചിരിക്കുന്നത്. ബാക്കി പിന്നെ ഉണ്ട്. ഈ 7 ജോഡി വാരിയല് ചേർത്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു നല്ല ബന്ധുസിനകത്താണ് നമ്മുടെ ഹൃദയവും ശ്വാസവും ഇരിക്കുന്നത്. അപ്പൊ ചെറിയ ഇരിയൊന്നും ഏൽക്കൂല എന്നർത്ഥം. അപ്പൊ ഇത് നമ്മൾ ഹൃദയത്തിന്റെ മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പൊട്ടു വ്യത്യാസമാണ്, അതായത് സ്റ്റെർണത്തിന്റെ സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കൈവയ്ക്കുന്നത്. ഉദാഹരണമായിട്ട് ഇത് ഒരാളുടെ ദേഹമാണെങ്കിൽ മൂക്കിന്ന് പൊക്കിളിലേക്ക് ഒരു വര വരയ്ക്കുന്നു. നമ്മൾ മൂക്കിന്ന് പൊക്കിളിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ട് ഒരാൾ കഴിഞ്ഞ് ഒഴിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാൻ പാടാനില്ല. വെറുതെ ഇങ്ങനെ വരയ്ക്കുന്നു, 2 നിപ്പിൾ തമ്മിലൊരു വര വരയ്ക്കും. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മളുടെ കുരിശുണ്ട്. ഈ പോയിന്റിലാണ് നമ്മൾ കൈവയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 2 നിപ്പിളിന്റെയും നടുക്ക് നമുക്ക് സ്വാധീനമുള്ള കൈയുടെ ഹീൽ ഓഫ് ദ ഹാൻഡ് വയ്ക്കുന്നു. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യരുത്, പ്രസ് ചെയ്യണം. എത്ര പ്രസ് ചെയ്യണം? 30 തവണ പ്രസ് ചെയ്യണം. 2 ഇഞ്ച് ആഴത്തിൽ പ്രസ് ചെയ്യണം. 2 ഇഞ്ച് ആഴത്തിൽ വേണം പ്രസ് ചെയ്യുക. 2 ഇഞ്ച് ആഴത്തിൽ പ്രസ് ചെയ്യണം. 30 തവണ പ്രസ് ചെയ്യണം. ഈ 2 ഇഞ്ചിന്റെ കണക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുന്നത്. ഇപ്പോ നിങ്ങൾ പോലീസിൽ ചേരാൻ പോവുക, പട്ടാളത്തിൽ ചേരാൻ പോവുകയായിരിക്കും. നമ്മൾ ആദ്യം തൂക്കെടുക്കും, പിന്നെ ഹൈറ്റ് എടുക്കും, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29. നെറ്റി താഴ്ത്തി താടികൾ കിടത്തും. എന്തിനാ നെറ്റി താഴ്ത്തി താടികൾ കിടത്തുന്നതിന് ഹെഡ് ടെൻഷൻ ലിഫ്റ്റ് എന്നാണ് പറയാം. എന്തിനാണ് നെറ്റി താഴ്ത്തി താടി കിടത്തുന്നത്? ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോയാൽ നമ്മുടെ ഈ 100 അടി നീളമുള്ള നാക്കൊന്നും ഒരു ഉപകാരമില്ല. അതിങ്ങനെ ഒരു ചത്ത തവളയെ പോലെ ഒരു ലൈഫിൽ ഒരു മാംസകഷ്ണം പോലെ ഇങ്ങനെ കിടത്തി വെക്കും. നാക്കൊണ്ടൊരു ഉപകാരമില്ല, ബോധം പോലെ. അപ്പൊ ഇതിങ്ങനെ അണ്ണാക്കിയിട്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കും. അതിനെ ടങ് സ്വാളോയിങ് എന്നൊക്കെ പറയും ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ. അപ്പൊ ഇത് ഇങ്ങനെ കിടക്കും. അത് ശ്വാസത്തിന്റെ തടസ്സം ഉണ്ടാക്കും. അപ്പൊ എയർവേ ഓപ്പൺ ചെയ്യാനായിട്ടാണ് നമ്മൾ നെറ്റി താഴ്ത്തി താടി ഇങ്ങനെ ഉയർത്തുന്നത്. അതായത് ഇതാണ് അബോധാവസ്ഥ കിടക്കുന്ന നാക്ക്. അതിങ്ങനെ എയർവേയിൽ വന്നിങ്ങനെ ബ്ലോക്ക് ആയി കിടക്കും. അപ്പൊ നമ്മൾ നെറ്റി താഴ്ത്തി താടി ഇങ്ങനെ ഉയർത്തുമ്പോൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് വരും എയർവേ. അതാണ് നമ്മൾ ഓപ്പൺ എയർവേ എന്ന് പറയുന്നത്. അപ്പൊ ഹെഡ് ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അബോധാവസ്ഥയിൽ നമ്മുടെ നാക്ക് നമുക്കൊരു പാരയാണ്. ബോധമുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ആദ്യം നമ്മൾ ആളിനെ നെറ്റി താഴ്ത്തി താടിങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നല്ലോ, 2 തവണ ശ്വാസം ഊരി കൊടുക്കണം. 2 തവണ ശ്വാസം ഊരി കൊടുക്കുക വെച്ചാൽ മൂക്ക് അമർത്തി പിടിക്കണം. അതിന്റെ കാരണം മൂക്ക് അമർത്തി പിടിക്കാതെ ഊരി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേണായിട്ട് നമ്മുടെ ചെവിയിൽ തന്നെ വരും. അപ്പൊ അതിനുവേണ്ടി മൂക്ക് അമർത്തി പിടിച്ച് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് 1 തവണ ശ്വാസം ഊരുന്നു, നെഞ്ചുവരും താഴെ ചെയ്യുന്നു. 2 തവണ ശ്വാസം ഊരുന്നു, നെഞ്ചുവരും താഴെ ചെയ്യുന്നു. വീണ്ടും 30 തവണ നെഞ്ചിലമർത്തുന്നു. അപ്പൊ 30 തവണ നെഞ്ചിലമർത്തുക,
2 തവണ ശ്വാസം കൊടുക്കുക, ആശുപത്രിയിൽ എത്തുന്നത് വരെയും അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ കിട്ടുന്നത് വരെയും അത് തുടരുകയാണ്. അത്രയേ ഉള്ളൂ CPR എന്ന് പറഞ്ഞാൽ. പ്രതികരണമില്ല, ശ്വസനമില്ല, പൾസില്ല, CPR ചെയ്യുക, 30 തവണ നെഞ്ചിലമർത്തുക, 2 തവണ ശ്വാസം കൊടുക്കുക, ആശുപത്രിയിൽ എത്തുന്നത് വരെയും അത് തുടരുക. അത്രയേ ഉള്ളൂ CPR. ഇനി പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ വീട്ടിൽ കിടക്കുന്ന നമ്മുടെ ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തിന് രാത്രി ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നു, വിളിച്ചിട്ട് തട്ടി വിളിച്ചു, അനക്കില്ല, ശ്വാസം എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല, പൾസ് നോക്കുമ്പോൾ പൾസ് കിട്ടുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. 30 തവണ നെഞ്ചിലമർത്തുന്നു, നമ്മൾ 2 തവണ ശ്വാസം കൊടുക്കുന്നു. നമ്മുടെ രക്തത്തിൽപ്പെട്ട ആളാണ്, നമ്മുടെ കൂട്ടരിൽപ്പെട്ട ആളാണ്, നമുക്ക് ചെയ്യാൻ മടിയില്ല. നമ്മൾ പിന്നെ അപരിചിതരൊന്നുമല്ല. ഇപ്പം നമ്മുടെ അടുത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മളത് ചെയ്തു പോകും. പക്ഷേ ഇനി ഒരു പരിചയമില്ലാത്ത ഒരാളാണ് വീട് നടത്തുന്നത്, അയാൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും, അയാളുടെ വായിൽ രക്തം വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ എങ്ങനെയാണ് വായൊക്കെ വെച്ചിട്ട് ശ്വാസം ഊതി കൊടുക്കണമെന്ന് ചോദിച്ച് നമ്മളിങ്ങനെ തലവർക്ക് നിൽക്കും. അപ്പൊ അമേരിക്കൻ ആർട്ട് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറപ്പോ ബുദ്ധിമുട്ടോ ഒരാൾക്ക് വായിൽ കൂടെ ശ്വാസം ഊതി കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് വെച്ച് അതിന്റെ കേരളത്തിൽ നെഞ്ചത്ത് അമർത്താതിരിക്കരുത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നെഞ്ചിലമർത്താതിരിക്കരുത്. നെഞ്ചിലമർത്തണം ആക്കുന്നതിൽ ഒരു കാരണവശാലും എക്സ്ക്യൂസ് ഇല്ല, അത് നിർബന്ധം. എന്നിട്ട് കൈയുടെ ബലമാണ് നമുക്ക് പോകുന്നത്. കൈയുടെ ബലമാണ് ഇങ്ങോട്ട് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ കല്ലിൽ തുണി മുക്കി തിരുമുന്ന പോലെ അല്ല എന്നർത്ഥം. കൈ വെച്ചിട്ട് നമ്മുടെ കൈമുട്ട് നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ നേരെ ഇതിന്റെ മുകളിൽ വരണം. അപ്പൊ നമ്മുടെ തോളിന്റെ ബലം, നമ്മുടെ ശരീരഭാരം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരീരത്തിന്റെ ഭാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പ്രസ്സിംഗ് വരുന്നത്. അപ്പോൾ ഇത് ആ ശരീരത്തിന്റെ ഭാരം കൊണ്ടാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ കൈമുട്ട് നിവർന്നിരിക്കണം. പിന്നെ അത് ഇങ്ങനെ താടി ഉയർത്തി നെറ്റി താഴ്ത്തി നമ്മൾ വായിലൂടെ ശ്വാസം കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പം ഇനി അപകടത്തിൽ പറ്റിയ ഒരാളാണ്, ബൈക്ക് അപകടത്തിൽ വീണു, അല്ലെങ്കിൽ വാഹന അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വീണു, അയാൾക്ക് നട്ടെല്ലിനോ കഴുത്തിനോ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നട്ടെല്ലിനോ കഴുത്തിനോ പരിക്ക് പറ്റിയിട്ടുള്ള ഒരാൾ വീണെടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ട് നമുക്ക് നെറ്റിതാക്കി താടി വെക്കുമ്പോഴല്ലോ ഇവിടെ ചെറിയൊരു പൊട്ടൽ വലിയ പൊട്ടലായിട്ട് മാറും, അത് പണിയാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യണ്ട. അതിന് പകരം വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ജോത്രസ്റ്റ് മെത്തേഡ് എന്ന് പറയും. ജോത്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പ്രയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ ഒരു ക്ലാസ് നമ്മൾ പലപ്പോഴും ആംബുലൻസിനകത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, ആംബു ബാഗ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആംബുലൻസിലാരുടെ കയറ്റി കഴിയുമ്പോൾ അതിനകത്ത് ആംബു ബാഗ് ഉണ്ട്. ആംബു ബാഗ് വെച്ചിട്ട് ഇതേമാതിരി മാസ്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ബൾബ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ശ്വാസം ഊതി കൊടുക്കാൻ പറ്റും. ഇനി തന്നെയല്ല, ആംബുലൻസിനകത്തൊരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, അതിൻ്റെ ഒരു ട്യൂബ് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടച്ച് ഓക്സിജൻ വരും. അപ്പൊ ഹീലിംഗ് കുറെ കൂടെ എഫക്റ്റീവ് ആവും. അപ്പൊ വിവാഹം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. CPR ചെയ്യുമ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൈയെടുത്തു വിചാരിക്കും, കൈയെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നടക്കണമെന്ന്, ഇത് ശരിക്കും ഇത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് ആഴത്തിൽ അമർത്തണം. 100 മുതൽ 120 കംപ്രഷൻസ് ഒരു മിനിറ്റ്, 100 മുതൽ 120 കംപ്രഷൻ പെർ മിനിറ്റ്, അതായത് ഒരു സെക്കൻഡിൽ 2 എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. കൈയെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തുന്നവരെയും അത് തുടരണമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ ഇതിപ്പോ 2 ഇഞ്ചൊക്കെ അമർത്തി കഴിഞ്ഞാൽ വാര്യലിലൊക്കെ ഒടിഞ്ഞ് നാശമായി പോകുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ പതുക്കെ ചെയ്തില്ല. പതുക്കെ 2 ഇഞ്ചൊന്നും ഇല്ലാതെ നനക്കി ചെന്നിട്ട് എത്തുന്നില്ല, തലച്ചോറിലേക്ക് എത്തുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നല്ല സ്പീഡിലായിക്കോട്ടെ എന്നിട്ട് പടപടാന്ന് അടിച്ചിരിക്കും, നല്ല സ്പീഡിൽ കൊടുത്തിരിക്കും. നല്ല സ്പീഡിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആ തിരിച്ച് റീകോയിലിങ്ങിനുള്ള സമയം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, രക്തം തിരിച്ചു കയറാനുള്ള സമയം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ അമർത്തിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലും തലച്ചോറിലേക്ക് രക്തപ്രവാഹം എത്തില്ല. പിന്നെ നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ ഇനിയിപ്പോൾ ആൾക്ക് ഇത്രയൊക്കെ അമർത്തുമ്പോൾ ഈ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഉഴിഞ്ഞു കൊടുക്കുമല്ലോ. ഈ ഉഴിഞ്ഞു കൊടുക്കുന്ന പോലെ വളരെ പതുക്കെ ഇങ്ങനെ അനക്കി കൊടുത്താലും ഒരു കാര്യം നടക്കും. അതുകൊണ്ടാണ് 2 ഇഞ്ച് ആഴത്തിൽ 100 മുതൽ 120 കംപ്രഷൻസ് വരെ വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണം, ഇത് അമർത്തണം എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് CPR ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് നടക്കുന്നത് ഈ കാര്യമാണെന്നുള്ള കാര്യം. ഇടത്തോട്ട് ചേച്ചു. എപ്പോഴും നമ്മൾ
എപ്പോഴും ചെരിഞ്ഞ് കിടക്കാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ ലെഫ്റ്റാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നമ്മുടെ ആമാശ ഇവിടെ വരുന്നത്, നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച പടം ആലോചിച്ചാൽ മതി. ഇവിടെയാണ് ആമാശയം കിടക്കുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾ വലത്തോട്ടാണ് ജനിച്ച് കിടക്കുന്നതെങ്കിൽ ഇയാൾക്ക് പൊളിച്ച് തേട്ടലായി, വായിൽ വെള്ളം തെളിയിലായി, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നത് താഴെയാണ് ആമാശയം. അപ്പോൾ ഗ്രാവിറ്റിയുടെ മുകളിലേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നതാണ്. ഈ കേസിൽ അത് തന്നെ. ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്കാണെങ്കിൽ വലത്തോട്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ പോർട്ടൽ ഈ ഗർഭാശയം എല്ലാം കൂടെ വന്നിട്ട് ഈ പോർട്ടൽ വീൽ വന്ന് അടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഡിസൈഡബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇടത് വശത്തേക്കാണ്, ഇടത്തോട്ട് ചെരിച്ച് കിടക്കുക. ഇനി ഇടത്തോട്ട് ചെരിച്ച് കിടത്തുന്നതിന് നമ്മളെന്താ വെച്ചാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിറ്റുള്ള ഒരാളാണ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു പ്രോബ്ലമാണ്. എപ്പോഴും നല്ല വെയിറ്റുള്ള ഒരാളാണ്, ഞാനോ ഒരാളെ ഉള്ളൂ, എനിക്ക് അയാളുടെ അടുത്ത് ചെരിച്ച് കിടത്തണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കിടപ്പ് രോഗി വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് യൂണിയൻകാർ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളതിനത് ചെയ്ത് ശീലിക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇടത്തെ കൈ ഇങ്ങനെ നിവർത്തി വയ്ക്കും. ഓക്കെ, വലത്തെ കൈ എടുത്തിട്ട് ഈ തോളിലേക്ക് ഇങ്ങനെ വലത്തെ കൈ ഈ തോളിലേക്ക് വെക്കുന്നു. ഇങ്ങനെ ലൂസായിട്ട് ഈ കാര്യം ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഈ കാലിങ്ങനെ കുത്തിച്ചാരി വയ്ക്കും. ഓക്കെ, ഇത്ര മനസ്സിലായത്. ഇനി നമ്മൾ രണ്ടുപേരിലും ഇങ്ങനെ മനസ്സിലായി നോക്കിക്കൊള്ളു. വീട്ടിലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആളിനെ ഈസി ആയിട്ട് മറിച്ചിടാം. അപ്പോൾ അതിൻ്റെ താടി ഇങ്ങനെ ഉയർത്തി നെറ്റി താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എയർവേ ഓപ്പനിങ് ആയി. ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീരോ അല്ലെങ്കിൽ വന്ന് വായിൽ തളം കെട്ടി വെക്കുന്നത് പുറത്തേക്ക് ഒഴുകിപ്പോക്കും. ഇതിനെയാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ റിക്കവറി പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇത് പലയിടത്തും നമുക്ക് അപ്ലിക്കബിൾ ആണ്. അപസ്മാരം ബാധിച്ച ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു, അല്ലെങ്കിൽ വീട്ടിൽ കിടത്തേണ്ടി വന്നു, ഉപയോഗിക്കാം. ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ പൾസൊക്കെ അടിക്കുന്നുണ്ട്, നെഞ്ചിൽ ഭയങ്കര വേദനയായി, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എടുത്ത് ചെരിച്ച് കിടത്തി കൊണ്ടുപോകും. ഞങ്ങൾ ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയും, നിങ്ങൾ ഒരാളെ ഉള്ളൂ, ഒരാളെ കൊണ്ടുപോകണം, നിങ്ങൾ ടാക്സി ഓടിക്കുക, കണ്ണാടി നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, പുറകിലെ സീറ്റിൽ ഇയാളെ അടുത്തോട്ട് ചെരിച്ച് കിടത്തുക, രോഗീനെ ബാക്കിലെ സീറ്റിൽ അടുത്തോട്ട് ചെരിച്ച് കിടത്തി, ടാക്സി ആണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും കിടത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇടത്തോട്ട് ചെരിച്ച് കിടത്തുക എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കുക. അടുത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പൊസിഷൻ. ഞാൻ കുറച്ചു നേരം കൂടി ഇയാളെ കിടക്കാൻ മുമ്പ് തുടങ്ങി ഇങ്ങനെയൊക്കെ ആവും. കൈ ഇങ്ങനെ വെക്കുക. ഇതിനാണ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്നാണ്. ആരായാലും ഇതിനിങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്. കാരണം ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, കണ്ണിങ്ങനെ തുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ. അങ്ങനെ നിൽക്കുന്ന ഇയാൾക്ക് ഏത് സമയം ഇയാൾ കുഴഞ്ഞു വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പുറകെ കൂടെ ചെല്ലുക. പുറകെ കൂടെ ചെന്നിട്ട് എൻ്റെ പൊക്കിളിൻ്റെ മുകളിൽ, അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലം, പൊക്കിളിൻ്റെ മുകളിൽ വാരിക്കൂടിൻ്റെ താഴെ നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചു. എൻ്റെ വാച്ചിൽ കൈ സമയം നോക്കുന്ന പോലെ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നു. മറ്റേ കൈ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് 1 2 3 4 5 5 തവണ ശക്തിയായിട്ട് പ്രസ് ചെയ്യുക. വടയൊക്കെ കഴിച്ചാലുള്ളതല്ലേ ഇത് ശക്തിയിൽ അമർത്തി കഴിഞ്ഞാൽ അതൊക്കെ തെറിക്കും. നല്ല ശക്തിയിൽ. ഇംഗ്ലീഷിൽ ജേന്ന് എഴുതുന്ന പോലെയാണ്. ഇൻവേർഡ് ആൻഡ് അപ്വേർഡാണ്. ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ശക്തിയായിട്ട് അമർത്തുക. ഇങ്ങനെ അമർത്തിയ പോലെ നല്ല പോലെ അമർത്തുമ്പോൾ ഈ സാധനം പുറത്തേക്ക് തെറിച്ചു വരും. കാര്യം നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സീരിയസ് സംഭവമാണ്. നമ്മൾ കൺമുമ്പിൽ ഒരാൾ പടഞ്ഞു വരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ പൊക്കിൾ ഇങ്ങനെ പിടിക്കുക, പൊക്കിളിൻ്റെ മുകളിൽ കൈ വയ്ക്കുക, മറ്റേ കൈ ഇങ്ങനെ അമർത്തി പിടിക്കുക. 1 2 3 4 5 ശക്തിയായിട്ട് അമർത്തുക. വീണ്ടും പോയില്ലെങ്കിൽ പിന്നെ 5 തവണ വീതങ്ങനെ അമർത്തുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു വരിക. അപ്പം ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ മുമ്പിൽ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പോകും. ഞങ്ങൾ രണ്ടാളെയും തലയടിക്കും. ഇയാൾ പിന്നാക്കം പറഞ്ഞു ഇങ്ങനെയായിരിക്കും, അപ്പോഴും എന്നെ കൊണ്ട് പോകും. രണ്ടാളെയും തലയടിക്കും. അപ്പം ഞാനൊന്ന് കരുതി നിൽക്കണം. ഞാൻ നിൽക്കട്ടെ വെച്ചാൽ ഒരു കാര്യം കുറച്ചുകൊണ്ട് കഴിയും. ഒരു കാര്യം മുന്നിലേക്കും ഒരു കാര്യം പിന്നിലേക്കായിട്ട് കഴിയും. ഇയാളുടെ കാലിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കാര്യം വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ നിന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയുന്ന ആൾക്കാർ, കളരിയും അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പറയുന്ന ആൾക്കാർ നമ്മളെപ്പോഴും ഇങ്ങനെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മുന്നിലേക്ക് ഒരു കാര്യം പിന്നിലേക്ക് പറ്റും. കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ എപ്പോൾ വേണമെങ്കിലും മറിച്ചിടാം. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ നിൽക്കുന്ന ആളെ മറിച്ചിടണമെങ്കിൽ ഇച്ചിരി പറ്റും. കാരണം അത് സ്റ്റേബിളാണ്. ഇങ്ങനെ കഴുത്തുറയ്ക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മുടെ ഈ 2 ഇതുകൊണ്ട് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ പിടിക്കാം.
ഒരു വിരലുകൊണ്ട് വാ തുറന്നു പിടിക്കാൻ നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ കൈക്ക് കമഴ്ത്തി കിടത്തുമ്പോൾ രണ്ട് കാലുകളും നമ്മുടെ കൈയുടെ ഇരുവശത്തേക്കും വരിക. ഇങ്ങനെ കുട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു 9-9.5 കിലോ തൂക്കം ഉണ്ടാവും. ഒറ്റ കൈ കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിടത്ത് കയറിയിരുന്നു എന്നിട്ട് കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്യും. നിലത്തിരിക്കുകയാണെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, തല കുറച്ച് താഴോട്ട് നിൽക്കണം. ഒരു ഡൗൺവേർഡ് ടിൽറ്റ് തലയ്ക്ക് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഗ്രാവിറ്റിയുടെ ഒരു മെച്ചം കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ 2 കൈപ്പലയുടെ ഇടയിൽ നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് 1 1 2 2 3 4 4 5 അതായത് അടിക്കുക, തേക്കുക എന്ന് പറഞ്ഞത്. ഇങ്ങനെ 1 2 3 4 5 5 തവണ ഇങ്ങനെ അടിക്കും. ഇങ്ങനെ സ്ലാപ്പ് ചെയ്യുമ്പോൾ ഈ ഇതിന് എന്താ പറയുക, വായിൽ മൂക്കി കൂടെയൊക്കെ ഇപ്പോൾ കുറുക്കാണ് അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള കുറുക്കോ മരപ്പാരൊക്കെ തൊണ്ടയിൽ പോയതാണെങ്കിൽ ഛർദ്ദിച്ച് അത് അങ്ങനെ ക്ലിയറായി പോയില്ലെങ്കിൽ പോകാത്തൊരവസ്ഥ ഉണ്ടാവും. കുട്ടി പോപ്കോണാണ് കഴിച്ചെന്നില്ല, ഈ തട്ടിന് ചിലപ്പോൾ പോവില്ല. പോപ്കോൺ ഒന്നും പിള്ളേർക്ക് കൊടുക്കരുത്. ഒരു വയസ്സ് താഴെ പിള്ളേർക്ക് പോപ്കോൺ ആവാം, അതും അല്ലെങ്കിൽ മിഠായി ആകാം, അതല്ലെങ്കിൽ അതിങ്ങനെ അഴിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ കാണുന്നതിൻ്റെ ബട്ടണോ കോയിനോ മാലയുടെ മുത്തോ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ ഈ തട്ടിന് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി ഇങ്ങനെ കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ 2 നിപ്പിളിൻ്റെയും നടുക്ക് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും വെച്ചിട്ട് 1 1 2 3 4 5 5 തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന് മാത്രം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ല നമ്മളെ വെപ്രാളത്തിനടുത്ത് കുഞ്ഞിൻ്റെ വയറ് കേട്ട് കഴിഞ്ഞാൽ കയറി വന്നും കൂടി ചിലപ്പോൾ താഴ്ത്തി. അപ്പം അത് അതിന് കയറി വന്നാൽ മാത്രം പറ്റി വരും. അല്ലെങ്കിൽ തിരിച്ച് 1 1 2 3 4 5 5 തവണ അടിക്കുന്നു. വീണ്ടും 1 2 3 4 5 ഇങ്ങനെ ചെയ്തുകൊണ്ട് വേണം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ സെക്ഷൻ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതുവരെയും കുഞ്ഞിൻ്റെ ജീവൻ കിടക്കണ്ടേ. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കെട്ടിടത്തിൽ നടക്കുന്നത്. ഒരുപാട് ട്രെയിനിങ് ക്യാമ്പുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.